പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തപുരി തറവാട്ടിൽ നിന്നും അബിയെയും ജലജയെയും മുത്തച്ഛൻ പുറത്താക്കുന്നതും അതുപോലെ തന്നെ അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നും ഒക്കെ അറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണിത്. അബി പറഞ്ഞിട്ട് നവ്യയെ അവളുടെ ക്ലാസ്മേറ്റ്സ് വിളിച്ച് അവനും നവ്യയും കൂടി നിൽക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അവനെ എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. നയന പറഞ്ഞതനുസരിച്ച് നന്ദുവാണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവൻ സത്യങ്ങളെല്ലാം പോലീസിനോട് പറയുകയാണ് കേട്ടോ. നവ്യയുടെ കൂടെ പഠിച്ചിരുന്നു, പക്ഷേ അവളെൻ്റെ കാമുകിയൊന്നുമല്ലായിരുന്നു. ഞാൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് അബിയെ കണ്ടുമുട്ടുകയായിരുന്നു. നവ്യ അബിയുടെ ഭാര്യയാണെന്ന് അപ്പോഴാണ് അറിയുന്നത് പോലും. അബി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ അബിയെ നന്ദു പൊക്കുകയാണ് കേട്ടോ. ബില്ലില്ലാതെ സ്വർണം കൊടുത്തതിൻ്റെ പേരിലുമൊക്കെ അബിക്കെതിരെ കേസുള്ളതുകൊണ്ട് നന്ദു വിചാരിക്കും അതുമൊക്കെ ഇവനെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇതറിഞ്ഞ് മുത്തശ്ശൻ ഷോക്കാവുകയാണ് കേട്ടോ. അവൻ അവിടെ തന്നെ കിടക്കട്ടെ, ഒരാളും അവനെ ജയിലിൽ നിന്നും ഇറക്കാൻ ശ്രമിക്കരുത്. അവന് പറ്റിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവൻ അവിടെ കിടന്ന് നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് നിന്ന് ജലജ, അച്ഛാ, അവൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തെറ്റ് ചെയ്താലും അവൻ എനിക്ക് മകൻ തന്നെയാണ്. നിങ്ങളെല്ലാവരും അവനെ വേണ്ടെന്ന് വെച്ചാലും എനിക്കതിന് കഴിയില്ല. അച്ഛ, അങ്ങനെ പറയരുത്, അവൻ എങ്ങനെയെങ്കിലും ഇറക്കണമെന്ന് ജലജ പറയുകയാണ് കേട്ടോ. അല്ലെങ്കിലും ഈ വീട്ടിൽ ഇരട്ടത്താപ്പാണല്ലോ. ഈ നിൽക്കുന്ന ആദർശം ഒരു തെറ്റ് ചെയ്തില്ലേ, എന്തേ എന്നിട്ട് അവൾ അതിൻ്റെ പുറകെ പോകാൻ ശ്രമിക്കാതിരുന്നത്? അല്ലെങ്കിലും അവൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കി സന്തോഷിക്കുകയാണല്ലോ പണി. അപ്പോൾ നയന പറയും, അപ്പച്ചി പറയുന്നതിനെ എനിക്ക് മറുപടി തരാൻ അറിയില്ലാഞ്ഞിട്ടല്ല, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എൻ്റെ ചേച്ചി ഓർത്തിട്ടാ ഞാൻ എല്ലാം ക്ഷമിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ നയന. ഇത് കേട്ട് നിന്ന് നവ്യ പറയും, എന്താണ് നീ പറയാത്തത്? പല തവണയായല്ലോ നീ ചേച്ചി ഓർത്തിട്ട് ക്ഷമിക്കുകയാണെന്ന് പറയുന്നത്. എന്താണ് കാര്യം? ഇന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് നവ്യ പറയുമ്പോൾ മുത്തശ്ശൻ പറയും, ഇനി അല്ലെങ്കിലും അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാവരും എല്ലാം അറിയട്ടെ. അപ്പോൾ നയന മുത്തശ്ശനെ തടയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. വേണ്ട മുത്തശ്ശ, അത് വേണ്ട, അത് പറയണ്ട. ഇല്ല മോളെ, ഇതിന് പറയാനുള്ള സമയമാണ്, ഇതിനെ മൂടി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയും, നവ്യേ, ഈ ചന്തുമോൾ നിൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ്, അല്ലാതെ ആദർശിൻ്റെ അല്ല എന്ന് പറയുമ്പോൾ നവ്യ നെട്ടുകയാണ് കേട്ടോ. ഓ, അത് ശരി, ആദർശേട്ടനെ വെള്ളപൂശാൻ ഇവിടെ ആരും ശ്രമിക്കണ്ട. അല്ലെങ്കിലും അബി പറയുമായിരുന്നു ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്ന് എല്ലാവരും പറഞ്ഞ് എൻ്റെ മേൽ ആ കുറ്റം അടിച്ചേൽപ്പിക്കുമെന്ന്. മുത്തശ്ശ, ഇപ്പോൾ അതാണ് എല്ലാവരും കൂടി ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അബി എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ ഒരുപാട് മാറി. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ദേവയാനിക്ക് കലി കയറുകയാണ് കേട്ടോ. നവ്യേ, നിനക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നറിയാം. അപ്പോൾ നവ്യ ആശ്ചര്യത്തോടെ ദേവയാനി നോക്കുകയാണ് കേട്ടോ. DNA ടെസ്റ്റ്, അത് കണ്ടാൽ നീ സമ്മതിക്കുമോ ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന്? അങ്ങനെ DNA ടെസ്റ്റ് കാണുന്ന നവ്യ അറിയുകയാണ് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന്. വെറുതെയല്ല അവൻ ആദർശേട്ടനെയും നയനെയും ഈ ഇടിയായിട്ട് പേടിച്ചിരുന്നത്. എന്നെ അപ്പോൾ സ്നേഹം നടിച്ച് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ അവൻ. ഇവനെപ്പോലെ ഒരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നവ്യ വേഗം തന്നെ ആദർശനോട് സോറി പറയുകയാണ്. ആദർശേട്ടാ, ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ നയനെയും ഒന്നും അറിയാത്ത ഈ കുട്ടിയോടും. നയനെ, നിൻ്റെ ആദർശേട്ടൻ നിന്നെപ്പോലെ തന്നെ നല്ല മനസ്സുള്ളവനാ. ജീവിതത്തിൽ ആർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായാണ് നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. നീ ഭാഗ്യമുള്ളവളാ. ഈശ്വര, എനിക്ക് ചത്താൽ മതി. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് ചാകുന്നതാ. മുത്തശ്ശ, അവൻ അവിടെ തന്നെ കിടക്കട്ടെ, അവൻ അവിടെ കിടന്ന് ചത്താലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. അവിടെ ചെന്ന് നവ്യയെ നയനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ച് ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. ഇതിനിടയിൽ ഇവൻ ഇതും ചെയ്തു വെച്ചു. ഇനി താനും അവനും ഈ പടിക്ക് പുറത്താണ് എന്ന് ജലജയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അച്ഛ എന്ന് പറഞ്ഞ് ജലജ മുത്തച്ഛനെ വിളിക്കുകയാണ്. നീ മിണ്ടരുത്, നല്ലത് ചൊല്ലിക്കൊടുത്ത മക്കളെ വളർത്തേണ്ടത്. അവനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണ് ജലജ. ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് നീ. ഇനി നിനക്കും മോനും ഇവിടെ നിൽക്കാൻ ഒരർഹതയുമില്ല. ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഇവിടുന്ന്. അച്ഛാ, ഞാൻ എങ്ങോട്ട് പോകാനാണ്? നീ എവിടെയെങ്കിലും പോയിക്കോ. ഇതുപോലെ കള്ളത്തരം കാണിച്ച് നിനക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാൻ കഴിയും. അപ്പോൾ ജലജ അടുത്ത അടവെടുക്കുകയാണ്. മോനെ ആദർശ്, നിനക്കെങ്കിലും ഈ അപ്പച്ചീനെ മനസ്സിലാക്കിക്കൂടെ? നിന്റെ കൂടെ പിറപ്പല്ലേടാ, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കടാ. ഇല്ല അപ്പച്ചി, ഇനി അവനോട് ക്ഷമിക്കാൻ കഴിയില്ല. അതിനു മാത്രമാണ് അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. തെറ്റിനുള്ള ശിക്ഷ അവൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. നീ എന്തു പറഞ്ഞടാ എന്ന് പറഞ്ഞിട്ട് ആദർശിനെ അടിക്കാൻ കയ്യോങ്ങുകയാണ്ടോ. പെട്ടെന്ന് ആ കയ്യിൽ കയറി നായനെ പിടിക്കുകയാണ്. ഇപ്പോഴും അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണോ അപ്പച്ചി? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവൻ്റെ തെറ്റ് മനസ്സിലാക്കി. അവൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും അപ്പച്ചി കൂട്ടു നിൽക്കാറുണ്ട്. ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നറിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അപ്പച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടോ? എല്ലാം അറിഞ്ഞിട്ടും ഈ കുടുംബം ശിഥിലമായി പോകാതിരിക്കാൻ ആ മനുഷ്യൻ ആ കുറ്റവും ഏറ്റെടുക്കുകയാണ് ചെയ്തത്.
മതി, ഇനി ആരും മിണ്ടരുത് എന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. നീയും അഭിയും ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചത് ഈ കുടുംബത്തിൻ്റെ ഒത്തൊരുമ നശിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുന്നതിനേക്കാൾ നല്ലത് നീയായിട്ട് തനിയെ പോകുന്നതാണ്. എന്നെക്കൊണ്ടത് നീ ചെയ്യിക്കരുത്. ഈ കിളവന് ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും. ഒരവസരം ഈ ജലജക്കും കിട്ടും. ഇപ്പോൾ എൻ്റെ മോനെ എനിക്ക് പുറത്തു കൊണ്ടുവരണം. എങ്ങോട്ട് പോകണമെന്നറിയാതെ ജലജ റോഡിലൂടെ നടക്കുകയാണ്. തെരുവിൽ അലയുന്നവർക്കിടയിൽ പോയി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാറ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റാരുമല്ല, അനാമികയാണ് കേട്ടോ. അനാമികയെ കാണുമ്പോൾ ജലജ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. വാ അപ്പച്ചി, കാറിലോട്ട് കയറ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ശാസിക്കാനോ വന്നതല്ല. എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അനാമികയെ, നിന്നെ ഞാൻ തക്കം കിട്ടിയപ്പോഴൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീയേ ഉണ്ടായുള്ളൂ. നീ എന്നോട് ക്ഷമിക്കണമെന്ന് ജലജ അനാമികയോട് പറയുകയാണ്. അപ്പോൾ അനാമിക പറയും, അതൊക്കെ വീടപ്പച്ചി, ഇപ്പോൾ വണ്ടിയിലേക്ക് കയറ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ജലജയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അനാമിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ അടിപൊളിയാണ്. അടുത്ത ദിവസങ്ങളിൽ ഞാനത് ഇടുന്നതാണ്. നിങ്ങളൊരിക്കലും മിസ്സാക്കരുത്. അടിപൊളി എപ്പിസോഡാണ് ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത്.